ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റാറ്റസും അത് ന്യൂലി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഒരു സിംഗിൾസിനെയും കമ്മിറ്റഡുമായിട്ടുള്ള ആൾക്കാരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്കിത് ഏത് ടൈമിനാണോ നിങ്ങൾ കാണുന്നത് അപ്പം മുതൽ ഇത് വാലിഡ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് എല്ലാവരുമായിട്ടും റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. നമ്മുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് സ്വീകരിക്കുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വളരെ നല്ല രീതിയിൽ ഒരു വാക്തർക്കങ്ങളും വഴക്കും പിന്നെ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ അംഗീകരിച്ചു തരില്ല. ഭയങ്കര അടിയാണ്. എപ്പോഴും എന്ത് പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ ആ ഒരു ഒന്നും സമ്മതിച്ചു തരാതെ നല്ല രീതിയിൽ അടിയും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും വളരെ വലിയ ടെൻഷനിലും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു റിലേഷൻഷിപ്പിൽ പോയിരിക്കുന്ന ആളാണെങ്കിൽ കൂടെ തന്നെയും ആ ഒരു പേഴ്സൻ്റെ നിങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ചെറിയ മിസ്റ്റേക്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും സിംഗിൾസും അതുപോലെ തന്നെ ന്യൂ റിലേഷൻഷിപ്പിലും കമ്മിറ്റഡുമായിട്ടുള്ളവരുടെ എല്ലാവരുടെയും ഒരു പ്രോബ്ലം ഇത് തന്നെയാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ നല്ലതുപോലെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു സിംഗിൾസ് ഫസ്റ്റ് ടൈം റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യം കാണുന്ന സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കാം. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിംഗിൾസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഇഷ്ടം കാണുമായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ള ഇറിറ്റേറ്റീവായിട്ട് അവർക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അവർ സ്റ്റിൽ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചില സമയത്ത് വേണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടും ഒക്കെ സംസാരിക്കുമ്പോഴും നിങ്ങൾ ഒരു വഴക്കൊക്കെ നടക്കുമ്പോഴും ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എവിടേക്കെങ്കിലും പോകാം. അതല്ല എങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴുള്ളതിനെക്കാട്ടി ഒരുപാട് പ്രോബ്ലംസ് മേ ബി ഫ്യൂച്ചറിലുണ്ടാകാം എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. പക്ഷേ അറ്റ് ലാസ്റ്റ് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം അതുപോലെ തന്നെ ലാസ്റ്റ് വരാറുണ്ട്. നിങ്ങൾ എത്രയൊക്കെയാണെങ്കിലും വഴക്കമുണ്ടാക്കില്ല ഇങ്ങനെയുള്ള ചിന്താഗതികളിലൂടെയൊക്കെ നിങ്ങൾ പോയാലും ലാസ്റ്റ് ഈ ഒരു പേഴ്സൺ ഇല്ലാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ലാസ്റ്റ് ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ അടുത്തോട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് സ്റ്റാർട്ടിങ്ങിൽ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ആ ഒരു എല്ലാ കാര്യങ്ങളും മറന്ന് നിങ്ങൾ വീണ്ടും ഈ ഒരു പേഴ്സൻ്റെ അടുത്തോട്ട് തന്നെ ഒരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിച്ച് ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്മിറ്റഡ് ഇപ്പോൾ അതായത് പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുള്ള ആൾക്കാരുടെയൊക്കെ ഉള്ളിലെന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ പ്രോബ്ലംസൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്ന ആ സമയത്തൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇട്ടിട്ട് പോകാം എന്നൊക്കെ ആ ഒരു പേഴ്സണ് തോന്നാറുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും കുറച്ചൊരു ഇഷ്ടമൊക്കെ കൊണ്ട് വീണ്ടും ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വഴക്കൊക്കെ എന്താ പറയുക വഴക്കൊക്കെ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാകത്തുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ പഴയ പോലെ തന്നെ ആവും. പക്ഷെ വീണ്ടും ഈ ഒരു ചെറിയൊരു പ്രോബ്ലത്തിൽ നിങ്ങൾ വീണ്ടും ഇത് ന്യൂലി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുടെയാണ് പറയുന്നത്. അവർക്കിങ്ങനെ ചെറിയ അടികൾ വരും, വീണ്ടും അത് സോൾവ് ആവും, വീണ്ടും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അവർ എനർജി ഫീൽ ചെയ്യുന്നത്.
നിങ്ങളിലും നിങ്ങളുടെ ആ ഒരു പേഴ്സണും തമ്മിൽ നല്ല രീതിയിൽ വഴക്കുമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളാണ് എപ്പോഴും കോംപ്രമൈസ് എന്ന് പറഞ്ഞ് ചെല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെയും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളില്ലാതെ ആ പേഴ്സണ് ഒട്ടും പറ്റില്ല. ആ ഒരു ആൾക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്തുള്ളപ്പോൾ ഇത് കമ്മിറ്റഡും അതുപോലെ തന്നെ സിംഗിളായിട്ട് എല്ലാവരുടെയും ഒരു എനർജി ഇത് തന്നെയാണ്. എല്ലാവരും നിങ്ങളോട് വഴക്കവരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെയും അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. നിങ്ങളവർ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. നിങ്ങളുള്ള ടൈമിൽ അവർ വളരെ ഹാപ്പിയാണ്. അതൊക്കെ അവർക്കറിയാം. പക്ഷേ അവരുടെ ഉള്ളിൽ ചില പ്രോബ്ലംസ് അതായത് പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ പണ്ട് നടന്നിട്ടുള്ള അതിലാണ് എപ്പോഴും മൈൻഡ് ഇരിക്കുന്നത്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിനെ തന്നെ നമുക്ക് പറയേണ്ടത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ തമ്മിലുള്ളതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ ഇരിക്കുകയാണ് ആ പേഴ്സൺ. അവിടെ നിന്ന് ഇപ്പോൾ ഫ്രണ്ടിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വ്യക്തി നിങ്ങളോട് അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഉള്ളിൽ ആ പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റില്ല. നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ആ പേഴ്സൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു കാര്യമാണ് ആ ഒരു പേഴ്സണെ ബാക്കിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒന്നുമല്ല എന്നറിയാം. എങ്കിൽ കൂടെ തന്നെയും ഭയങ്കരമായിട്ടും പണ്ടത്തെ ആ ഒരു ഇമോഷൻസ് കയറി വരുമ്പോൾ ഒരു ദേഷ്യം വരാറുണ്ട്. അതിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ മൈൻഡ് ഇരിക്കുന്നത്. അല്ലാതെ ആ പേഴ്സണ് നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നത് പോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ നല്ലതുപോലെ തന്നെ മിസ് ചെയ്യാറുണ്ട്. ഈ ഒരു പേഴ്സണ് ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് വെച്ചാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും തെറ്റായിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളിലുണ്ട്. അത് ഈ പഴയ കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷേ അതുകൊണ്ട് ഒന്നിനോടും വളരെ നല്ലൊരു ക്ലാരിറ്റി ഒന്നും ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എന്താണ് ആ പേഴ്സൻ്റെ ലൈഫിൽ നെക്സ്റ്റ് ഇനി എന്താണ് റിലേഷൻഷിപ്പിലും ജോലിയിലും ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെ ഓർത്ത് വളരെയധികം ടെൻഷൻ അടിച്ച് ഇരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. ഇതിൽ നിന്നൊക്കെ എങ്ങനെ വെളിയിൽ പോരണം എന്നൊന്നും ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല. ആ പാസ്റ്റിലുണ്ടായിരിക്കുന്ന ആ കാര്യം വളരെ നല്ലതുപോലെ ഈ പേഴ്സൻ്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി ഒരു വല്ലാത്തൊരു മൂഡിലാണ് ഈ ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ടും നല്ലൊരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ തന്നെ പുറത്ത് ഫ്രണ്ട്സും ആരുമായിട്ടും ആ ഒരു വ്യക്തിക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ ഒന്നും സംസാരിക്കാനൊന്നും കഴിയുന്നില്ല. ഈ ഒരു ഇമോഷൻ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാതെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നും. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി അതുപോലെയാണ്. ആ ഒരു പേഴ്സണ് എപ്പോഴും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ കൂടെ തന്നെ ആ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ വ്യക്തമായിട്ട് എന്താണ് കാര്യങ്ങൾ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് ആ ഒരു പേഴ്സണ് ഓൾറെഡി ആ പേഴ്സൺ ഒരുപാട് ഇമോഷണലി തകർന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഫുള്ള് തലയിലുള്ളത് കൊണ്ട്. സോ നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ മൈൻഡിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കൊണ്ടുപോകുക എന്നൊക്കെ ഒന്ന് നിങ്ങൾ ആ പേഴ്സണ് വ്യക്തമായിട്ട് ഒരു പിക്ചർ കൊടുക്കുകയാണെങ്കിൽ ആ പേഴ്സൺ കുറേ കൂടെയൊക്കെ നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു എനർജി ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണ് നിങ്ങളെപ്പറ്റി എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വിചാരം ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും സത്യമായിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ തോന്നുന്ന ഒരു സംശയമാണ്. അപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കള്ളത്തരം പറയുന്നെന്നോ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു ആളുടെ മനസ്സിൽ നല്ലതുപോലെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ കുറേയൊക്കെ ഒരു അൺബാലൻസൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ആൾ നിങ്ങളോട് എന്തൊക്കെ കാണിച്ചാലും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഇഷ്ടമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലും ഉള്ളത്.
സോ നിങ്ങളുടെ കൂടെ തന്നെയാണ് യൂണിവേഴ്സ് ഉള്ളത്. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് വരേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഭാവിയിൽ എങ്ങനെയൊക്കെയാണ് ലൈഫ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാം എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നമുക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല എന്ന് പറയുകയാണെങ്കിൽ ആ പേഴ്സണ് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ളിൽ ചില പ്രോബ്ലംസും പിന്നെ നിങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ആ പേഴ്സൻ്റെ മൈൻഡിൽ കയറിയിട്ടുണ്ട്. അതുമൊക്കെ കൂടെ ആയിട്ട് കംപ്ലീറ്റ്ലി ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോണസ്റ്റ്ലി നല്ല രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ പിന്നെ നിങ്ങൾ എല്ലാം യൂണിവേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുക, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ആ ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ വ്യക്തമായിട്ട് സംസാരിക്കാനും കുറേയൊക്കെ അകൽച്ചകൾ, ഇപ്പോൾ ഒരു പ്രോമിസോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതൊന്നും പാലിക്കാതിരിക്കുക, ഇതൊക്കെ ഈ ഒരു എനർജിയുടെ ഒരു ഇതാ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു സംഭവം കിടപ്പുണ്ട്. അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളോട് ഇഷ്ടം കാണിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോവുക. നിങ്ങൾ എത്രയൊക്കെ വഴക്കിട്ടാലും, നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെപ്പറ്റി ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുണ്ടെങ്കിലും യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ തന്നെ ശ്രമിച്ചാലും നിങ്ങളുടെ ഈ ഒരു റിലേഷനെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോൾ വൈസ് കണക്റ്റഡ് ആണ് നിങ്ങൾ. സോ പൂർവ്വജന്മങ്ങളിലൊക്കെ നിങ്ങൾ തമ്മിൽ കണ്ടതായിട്ടോ അങ്ങനെയുള്ളൊരു ഫീലിങ്സൊക്കെ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണെന്ന്. പക്ഷേ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ അത് മിക്കവാറും പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ എന്തൊക്കെയായാലും അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് ആ കാര്യങ്ങളൊക്കെ പോകും. നിങ്ങളുടെ വഴക്കൊക്കെ മാറുന്നതാണ്. ബിക്കോസ് ഇത് അത്രയും വളരെ ഡെപ്തിലുള്ള റിലേഷൻ ആയതുകൂടെ കൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ എല്ലാത്തരം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറം ഈ ഒരു റിലേഷനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ കൂടെ തന്നെ ആയതുകൊണ്ട് തന്നെ അവർക്കും നിങ്ങളുടെ സോളുമായിട്ട് വളരെ നല്ല രീതിയിൽ കണക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായിക്കൂടെ തന്നെ വീണ്ടും കോംപ്രമൈസ് നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ആ ഒരു പേഴ്സൺ പഴയ കാര്യങ്ങളൊക്കെ കുറച്ച് മാറിയിട്ട് വീണ്ടും നിങ്ങൾ അടി ഉണ്ടാവാത്ത പോലെ നല്ല രീതിയിൽ സംസാരിച്ച് പോകുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ടാണ്. സോ ഈ ഒരു പേഴ്സൺ നിങ്ങളിട്ട് പോകത്തൊന്നുമില്ല. നിങ്ങൾ ഒന്നെങ്കിലൊരു പാസ്റ്റ് ലൈഫിൻ്റെ ഒരു റീഡിങ് എടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടാക്കിയിരുന്ന പ്രോബ്ലംസ് എന്നൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. സോ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് അങ്ങനെ കാണിക്കണമെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. അത് ഗ്രാജുവലി അതൊക്കെ മാറി നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഒരു മാരേജോ അങ്ങനെ രീതിയിലോട്ടൊക്കെ തന്നെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.